ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ്ലൈനിൽ ആരംഭിച്ചതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6. ആ ടാഗ്ലൈൻ അനർത്ഥമാക്കുന്ന തരത്തിലുള്ള കാഴ്ചകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഇതുവരെ കാണാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ സീസണിൽ നടന്നെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കിരീടത്തിന് അവകാശമില്ലാത്ത 98 ദിനങ്ങൾ. ഫിനാലേക്ക് വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പോലും കൃത്യമായി ഒരു ഉറപ്പോടെ വിജയ് ആരായിരിക്കും എന്ന് പറയാൻ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട്, ഓരോ വ്യക്തികളുടെയും ആരാധകർക്ക് പോലും. ഇതിനു മുമ്പുള്ള എല്ലാ സീസണുകളിലും 70 എപ്പിസോഡ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഉറപ്പായും ഒരു ആധിപത്യം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇവിടെ ഓരോ ആഴ്ചയും ചില വ്യക്തികളിലേക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൺ മാൻ ഷോ സ്റ്റീലർ എന്നൊക്കെ BB ആരാധകർ തന്നെ നൽകുന്ന വിശേഷണങ്ങൾ അർത്ഥവത്തായി തുടരുന്നു. പല മേഖലകളിലായി കഴിവ് തെളിയിച്ച 19 വ്യക്തിത്വങ്ങൾ കൊണ്ട് തുടങ്ങിയതായിരുന്നു ഷോ. പിന്നീട് അതിരുവിട്ട തർക്കങ്ങളും കയ്യാങ്കളികളും അധികാരത്തിനു വേണ്ടിയുള്ള പൊരിഞ്ഞ പോരാട്ടങ്ങളും എല്ലാം കൊണ്ട് ബിഗ് ബോസ് വീട് പ്രകമ്പനം കൊണ്ടു. പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി വന്നതോടെ കളിയുടെ സ്ഥിതിഗതികൾ ആകെ മാറിമറിഞ്ഞു. 0 to ഹീറോ, ഹീറോ ടു 0 എന്നത് പതിവ് കാഴ്ചയായി. സാബുമോൻ, രജിത് കുമാർ, മണിക്കുട്ടൻ, റോബിൻ, ബ്ലെസ്ലി, അഖിൽ മാരാർ പോലെ പുതിയ സീസണിലെ മത്സരാർത്ഥികളിൽ രാജാവാകാൻ സാധ്യതയായി ആദ്യം തോന്നിയത് ജിൻഡോയായിരുന്നു. കാരണം തുടക്കത്തിലെ ശക്തരായി ഉണ്ടായിരുന്നവരെല്ലാം പുറത്തായിരുന്നു. ഇതോടെ ജിൻഡോയുടെ വാതിൽ തുറന്നു. ആദ്യ വാരം മങ്ങി നിന്ന ജിൻഡോ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ട്രാക്ക് മാറ്റിയത്. പിന്നീടുള്ള എപ്പിസോഡുകൾ ജിൻഡോയുടേതായിരുന്നു. എന്നാൽ പവർ ടീമിൽ കയറിയതോടെ ഹീറോ ഇമേജ് പതിയെ മങ്ങി തുടങ്ങി. നിഷ്കളങ്കമായ മണ്ടൻ എന്ന് മുദ്ര കുത്തപ്പെട്ട ജിൻഡോയെ ആരാധകർ ഏറ്റെടുത്തു. അൺഫെയർ ഗെയിം സ്ട്രാറ്റജീസും ജയിക്കാൻ ഏതറ്റവും വരെ പോകുന്ന കുതന്ത്രങ്ങളും മൂപ്പരുടെ കഴിവാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പ്രേക്ഷകർക്കായി. പലപ്പോഴും ഗ്രാഫുകൾ ഉയർന്നും താഴ്ന്നും നിന്നെങ്കിലും ജനപ്രീതിയിൽ മുൻപൻ ജിൻഡോ ആണെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ മുതൽ ജാസ്മിൻ ജാഫർ ഈ സീസണിലെ ഹീറോയിൻ ആകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. ഷോയിൽ എത്തിയ ശേഷം അത്തരത്തിലുള്ള പ്രകടനമായിരുന്നു ആദ്യവാരമൊക്കെ ജാസ്മിൻ കാഴ്ചവെച്ചത്. എന്നാൽ ഗബ്രിയുമായുള്ള കോംബോ ജാസ്മിനെ കൂടുതലും നെഗറ്റീവായി ബാധിച്ചു. ബിഗ് ബോസ് സോഷ്യൽ മീഡിയ പേജുകളിലും വീടിനകത്തും ജാസ്മിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. ഇത് മനസ്സിലാക്കിയ ജാസ്മിൻ പിന്നീട് വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചില്ല. ഈ പ്രശ്നങ്ങൾക്കിടയിലും ഗബ്രി പോയ ശേഷവും ആക്റ്റീവായ ജാസ്മിനെ ബിഗ് ബോസിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഷോയുടെ തുടക്കം മുതൽ തന്നെ ഏതൊരു ടാസ്കുകളിലും മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ തന്റെ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാനുമെല്ലാം എല്ലാ രീതിയിലും ജാസ്മിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായി. ടിക്കറ്റ് ടു ഫിനാലെയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തോൽവിയാണ് ലഭിച്ചതെങ്കിലും തന്റേതായ എഫേർട്ട് എടുത്ത് ജാസ്മിൻ പടപൊരുതി. എന്നിരുന്നാലും ഒരു ഹീറോയിൻ ഇമേജിനോളം, അതായത് ഷോ സ്റ്റീലർ ആകാൻ ജാസ്മിന് സാധിച്ചില്ല. പക്ഷേ സീസണിന്റെ കണ്ടന്റ് മേക്കർ ആവാനും വ്യക്തിമുദ്ര പതിപ്പിക്കാനും ജാസ്മിന് കഴിഞ്ഞു. കപ്പടിക്കാൻ ജാസ്മിൻ ജിൻഡോയെ പോലെ തന്നെ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്. ജാസ്മിനും ജിൻഡോയ്ക്കും ശേഷം ആവർത്തിച്ച് കേൾക്കുന്ന മറ്റൊരു പേരാണ് അർജുൻ ശ്യാം ഗോപൻ. കപ്പടിക്കുമെന്ന് പറയുന്നവർ കുറവാണെങ്കിലും ടോപ്പ് 3യിൽ വരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ വളരെ സമാധാനപരമായി മുന്നോട്ട് സഞ്ചരിക്കുന്ന മത്സരാർത്ഥിയായി ആദ്യ ദിവസം മുതൽ തന്നെ ഗ്രാഫ് ഒരേ രീതിയിൽ കീപ്പ് ചെയ്തു കൊണ്ടുപോയിരുന്ന അർജുൻ കഴിഞ്ഞ അവസാന 3 ആഴ്ചകളിലാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനായത്. അതും എന്റർടൈനർ എന്ന ലേബൽ കൊണ്ട് മാത്രം. അതുകൊണ്ട് തന്നെ അർജുൻ സേഫ് ഗെയിമർ ആണെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ എല്ലാ വഴക്കിലും കയറി ഇടപെട്ട് പൊട്ടിത്തെറിച്ച് നടന്നാൽ മാത്രമേ നല്ല ഗെയിമർ ആകൂ എന്ന് താൻ കരുതുന്നില്ലെന്നാണ് അർജുന്റെ നിലപാട്. പോകുന്നിടത്തോളം പോയാൽ മതി എന്ന് ആദ്യ ദിവസങ്ങൾ മുതൽ പറയുന്ന അർജുൻ ജാൻമണിയായുള്ള വൈറൽ പെർഫോമൻസ് വഴിയും ടിക്കറ്റ് ടു ഫിനാലെ വഴിയും നോറ എന്ന മത്സരാർത്ഥിയായുള്ള പകർനാട്ടം വഴിയും മാത്രമാണ് ഇതുവരെ വന്നതെന്ന് പറയുന്നവരുമുണ്ട്. ശ്രീതു അർജുൻ എന്ന കോംബോ ജബ്രി കോംബോ പോലെ ഹിറ്റ് ആയില്ലെങ്കിലും അതിന്റെ നിഴൽ എന്നും അവർക്ക് പിന്തുണച്ചിരുന്നു. ഹീറോയായി എത്തുമെന്ന് ആദ്യ ആഴ്ചകളിൽ കരുതിയ മത്സരാർത്ഥിയായിരുന്നു സിജോ. ആദ്യ ആഴ്ചകളിൽ തന്റെ വാക്ചാതുര്യം കൊണ്ടും മൈൻഡ് ഗെയിം കൊണ്ടും തിളങ്ങിയ സിജോയ്ക്ക് പകുതിയിൽ വെച്ച് ഷോ വിടേണ്ടി വന്നു. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സിജോ കാട്ടുതീയുമായി തിരിച്ചു വന്നുവെങ്കിലും മുന്നോട്ട് വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഒടുവിൽ കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ആകുകയും ചെയ്തു. ആ പ്രതീക്ഷയും അസ്തമിച്ചു. വൈൽഡ് കാർഡായി വീട്ടിലേക്ക് കയറിയ അന്ന് തന്നെ ഒരു വിഭാഗം കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തിയ വിമർശനം പോരായ്മയുണ്ടാക്കി. 9 നോമിനേഷനും യെല്ലോ കാർഡുമാണ് അഭിഷേകിന് ബിഗ് ബോസ് സമ്മാനിച്ചത്. എങ്കിലും അതുവഴി ആളുകളിലേക്ക് എത്തിപ്പെടാൻ കൂടുതൽ സമയം വേണ്ടി വന്നില്ല അഭിഷേകിന്.
പക്ഷെ പിന്നീട് കുറെ നാളുകളിലേക്ക് അഭിഷേക് ബീൻ ബാഗിന്റെ മറവിൽ അഭയം പ്രാപിച്ചെങ്കിലും ടിക്കറ്റ് ടു ഫിനാലെയുടെ ഫിസിക്കൽ ടാസ്കിലെല്ലാം കസറിയ അഭിഷേകിനെ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു. ഒടുവിൽ ടിക്കറ്റ് ടു ഫിനാലെ എന്ന ഖ്യാതിയും അഭിഷേക് സ്വന്തമാക്കി. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ടിക്കറ്റ് ടു ഫിനാലെ സ്വന്തമാക്കിയ വൈൽഡ് കാർഡ് കൂടിയാണ് അഭിഷേക്. ഇതൊക്കെയാണെങ്കിലും ഒരു രാജാവ് എന്ന നിലയിൽ ഉയരാൻ അഭിഷേകിനും സാധിച്ചിട്ടില്ല. എന്തായാലും മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ്ലൈൻ അനർത്ഥമാക്കി സാബുമോൻ, രജിത് കുമാർ, മണിക്കുട്ടൻ, റോബിൻ, ബ്ലെസ്ലി, അഖിൽ മാരാർ പോലുള്ള സോളോ ഷോ സ്റ്റീലർ ഇല്ലാത്ത ബിഗ് ബോസ് സീസണാണ് അല്പസമയത്തിനകം തിരശീല വീഴാൻ പോകുന്നത്.